എല്ലാവർക്കും നമസ്കാരം. എന്നെ എല്ലാവർക്കും അറിയാമെന്നാണ് തോന്നുന്നത്. ആനാക്കോട് ഫാമിലിയുടെ ശശി സാറിന്റെ ഇളയ മൂന്നാമത്തെ മോളുടെ ഹസ്ബൻഡാണ് ബിപിൻ ദാസ്. കോളേജിലൊക്കെ പഠിക്കുമ്പോൾ അവതരിപ്പിച്ചിട്ടുള്ളതാണ്. ഇപ്പൊ ഞാൻ അവതരിപ്പിക്കാറൊന്നുമില്ല. പിന്നെ നമ്മുടെ ഓഫീസിൽ ചെറിയ എന്തെങ്കിലും പരിപാടികളുണ്ടെങ്കിൽ നമ്മൾ സ്കിറ്റൊക്കെ ചെയ്യാറുണ്ട്. അപ്പൊ നമ്മൾ ഈ സംഗമത്തില് എല്ലാ ഭാരവാഹികളും ഞാൻ ആദ്യം തന്നെ നന്ദി പറയുന്നു. കാരണം പലപ്പോഴും എന്നെ വിളിച്ചിട്ടുണ്ട് ഈ പരിപാടിയിലൊക്കെ വരാൻ വേണ്ടിയിട്ട്. ഓഫീസിൽ ഒരുപാട് വർക്കൊക്കെ നമ്മൾ എത്തുമ്പോൾ 8 മണി 8:30 ആവും. അതുകൊണ്ടാണ് വരാൻ പറ്റാത്തത്. അപ്പൊ ആദ്യം തന്നെ അതിന് ഞാൻ എല്ലാവരോടും ക്ഷമ ചോദിക്കുന്നു. അതുപോലെ ഈ പരിപാടി ഇത്രയും വിജയിപ്പിച്ച ഇതിന്റെ സംഘാടകരെ എല്ലാവർക്കും ആദ്യം തന്നെ നന്ദി അറിയിക്കുന്നു. അപ്പം നമ്മുടെ ഈ ആനാക്കോട് പരിപാടിയിലേക്ക് കുറച്ച് താരങ്ങളെ നമുക്ക് കൊണ്ടുവന്ന എങ്ങനെയിരിക്കും, അവര് എന്ത് പറയുമെന്ന് നമുക്ക് നോക്കാം. ഈ പരിപാടിക്ക് ആദ്യമായിട്ട് അഭിനന്ദനം പറയാൻ വരുന്നത് നമ്മുടെ പ്രിയപ്പെട്ട സഖാവാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ സൗണ്ട് നമുക്കൊന്ന് നോക്കാം. തെറ്റുവിട്ടുള്ളത് ക്ഷമിക്കുക, കാരണം ഞാൻ കുറെ കാലമായി ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും എന്റെ നമസ്കാരം. ആനാക്കോട് കുടുംബ സംഗമത്തിന്റെ ഈ വേദിയിൽ വരാൻ കഴിഞ്ഞത് ഞാൻ നിങ്ങളോട് എല്ലാവരോടും നന്ദി പറയുന്നു. നിങ്ങളുടെ മനസ്സിൽ എനിക്കൊരു സ്ഥാനമുണ്ട് എന്ന് നിങ്ങൾ വീണ്ടും വീണ്ടും പറയുന്നതിൽ ഞാൻ നന്ദി അറിയിക്കുന്നു. സഖാക്കളെ, അടുത്തായിട്ട് നമ്മുടെ ഉമ്മൻചാണ്ടി സാറാണ്. സംഗമം വരാൻ കഴിഞ്ഞത് എന്നൊരു ഭാഗ്യമായി ഞാൻ കരുതുന്നു. എല്ലാ കുടുംബ അംഗങ്ങൾക്കും നന്ദി അറിയിക്കുന്നു. ഇനി അടുത്തായിട്ട് നമ്മുടെ തുടരും സിനിമയിലെ ഏറ്റവും ആ സിനിമ വിജയിക്കാൻ കാരണം അതിന്റെ വില്ലനാണ്. അപ്പൊ ആ വില്ലന്റെ ഒരു ഡയലോഗ് ഉണ്ട്. ആ ഡയലോഗ് 3 താരങ്ങൾ ചെയ്ത എങ്ങനെയിരിക്കും, അതാണ് ഞാൻ പറയാൻ പോകുന്നത്. പ്രൊഫഷനുണ്ടോ എനിക്ക് കുറെ കാര്യം ചെയ്തിട്ട്. ആ ഡയലോഗ് ഇങ്ങനെയാണ്. അതിന്റെ വില്ലന്റെ പേര് ജോർജ് എന്നാണ്, ജോർജ് സാർ എന്നാണ്. ആ വില്ലന്റെ ഡയലോഗ് നമുക്ക് കേൾക്കാം. വില്ലന്റെ സൗണ്ടല്ല ഞാൻ എനിക്ക് ആ ഡയലോഗ് പറഞ്ഞു. ആ ഡയലോഗ് പറഞ്ഞിട്ട് അത് 3 താരങ്ങൾ ചെയ്ത എങ്ങനെയിരിക്കും, അതാണ് ചെയ്യാൻ പോകുന്നത്. 36 വർഷമായാണ് ബെൻസേ ഞാൻ പോലീസിൽ. ഇതിനിടയിൽ പുറത്ത് പറയാൻ പറ്റുന്നതും പറയാൻ പറ്റാത്തതുമായ ഒരുപാട് ചട്ടത്തരങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ എനിക്ക് അതിലൊന്നും ഒരു റിഗ്രറ്റ്സും ഇല്ല. 2 ദിവസം കഴിഞ്ഞ് ഡിപ്പാർട്ട്മെന്റിൽ റിട്ടയറായി DYSP മെഡലും വാങ്ങി ഞാൻ പുറത്തിറങ്ങുമ്പോ ജോർജ് സാറ് പഴയ ജോർജ് സാർ എന്നടാ, നീ ആരെയാണ് പേടിപ്പിക്കുന്നു? എന്നെ നിന്നെ കാണാൻ ജോർജ് സാർ ഇവിടെ വന്നിട്ടുണ്ട്. നിന്റെ മുന്നിൽ ജോർജ് സാർ ഇങ്ങനെ നിൽക്കുന്നുണ്ടേ. ഈ ജോർജ് സാറിനെ കുറച്ചുകൂടെ മനസ്സിലാക്കാനുണ്ടെങ്കിലാണ് ഈ ഡയലോഗാണ്. ഈ ഡയലോഗ് നമ്മുടെ അജു വർഗീസ് ചെയ്ത എങ്ങനെയിരിക്കും, അതാണ് ഞാൻ ശ്രമിക്കുന്നത്. ഞാൻ പോലീസ് എനിക്ക് പറ്റാവുന്നത് പറ്റാത്തത് ഒരുപാട് ചെത്തിത്തരകൾ ഞാൻ ചെയ്തിട്ടുണ്ടാണ്. ഒന്നും എനിക്ക് ഒരു റിഗ്രറ്റും ഇല്ല. 2 ദിവസം കഴിഞ്ഞ് ഞാൻ ഡിപ്പാർട്ട്മെന്റിൽ റിട്ടയറായി DYSP മെഡലും വാങ്ങി പുറത്തിറങ്ങുമ്പോ ജോർജ് സാർ തന്നെ നീ ആരെ പേടിപ്പിക്കുന്നു? എന്നെയാണ് നിന്നെ കാണാൻ ജോർജ് സാർ ഇവിടെ വന്നിട്ടുണ്ടേ. നിന്റെ മുന്നിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ടേ. ഈ കൊച്ചു ജോർജ് സാറെ മനസ്സിലാക്കാനുണ്ടെങ്കിൽ അടുത്തത് വിനയ് ഫോർട്ടാണ്. വിനയ് ഫോർട്ട് അറിയാതിരിക്കും. ജാവ വളരെ സിമ്പിളാണ്, പവർഫുള്ളാണ്. പ്രേമത്തിലൂടെ വന്ന വിനയ് ഫോർട്ടാണ്. വിനയ് ഫോർട്ട് ഇത് എങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും നമുക്ക് നോക്കാം. 30 വർഷമായി ഞാൻ പോലീസിൽ. അതിന്റെ ഇടയിൽ എനിക്ക് പറ്റാവുന്നതും പറ്റാത്ത ചട്ടത്തരങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതിനൊന്നും എനിക്കൊരു റിഗ്രറ്റുമില്ല. നീ ആരെയാണ് ഈ പേടിപ്പിക്കുന്ന? എന്നെയോ? നിന്നെ കാണാൻ ജോർജ് സാർ വന്നിട്ടുണ്ട്. നിന്റെ മുന്നിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ
ജോസ് സാറെ കുറച്ചുകൂടി മനസ്സിലാക്കാമുണ്ടനിയ. ജോസ് സാർ സിമ്പിൾ ആണ്, പവർഫുൾ, ഭയങ്കര പവർഫുൾ ആണ്. അടുത്തായിട്ട് ഷൈൻ ടോം ചാക്കോയാണ് ഇങ്ങനെ ഇരിക്കും. അത് നമുക്ക് ചെയ്തു. ഇതാണ് ഇപ്പോഴത്തെ അയാളുടെ സൗണ്ട്. പ്രത്യേകിച്ച് സൗണ്ടൊന്നുമില്ല, അതുകൊണ്ടാണ്. അപ്പൊ എല്ലാവർക്കും നന്ദി, നമസ്കാരം.